ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ ക്വാറന്റൈൻ ടീച്ചർ. ഞാൻ ഇന്ന് വന്നേക്കുന്ന ഒരു പുതിയ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് നമ്മൾ കുറച്ച് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ബയോളജി ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ. അപ്പോൾ ഇനി ബാക്കിയുള്ള രണ്ട് സബ്ജക്റ്റാണ് ഫിസിക്സും കെമിസ്ട്രിയും. അതിൽ ഫിസിക്സിലെ ഇമ്പോർട്ടൻറ്റ് ഏതൊക്കെ ചാപ്റ്റേഴ്സ് നമ്മൾ പഠിച്ചിട്ട് പോകണം എന്ന് പറയുമ്പോൾ എല്ലാം പഠിച്ചിട്ട് പോകണം. അതിൽ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്ത് അവസാനത്തെ നിമിഷം നിങ്ങൾ ഒന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവസാനത്തെ നിമിഷം ഏതൊക്കെ പഠിച്ചിട്ട് പോകണം എന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന കുറച്ച് ചാപ്റ്റേഴ്സ് പരിചയപ്പെടുത്തി തരുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് എന്നെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈസി ആയിട്ട് നോട്ടിഫിക്കേഷൻസ് ഒക്കെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫിസിക്സ് എല്ലാവരുടെയും ജീവിതത്തിലെ ഒരു വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാല്ലേ. എല്ലാവർക്കും ഭയങ്കര പാടായിട്ട് ചോദിക്കുന്നതാണ്. ബയോളജി പഠിക്കാൻ ടിപ്സും ട്രിക്സും ചോദിച്ചുകൊണ്ട് ആരും എൻ്റെ അടുത്ത് വന്നിട്ടില്ല, കുറച്ച് പേരെ വന്നിട്ടുള്ളൂ. എന്നാൽ ചേച്ചി ഫിസിക്സ് എങ്ങനെയാണ് പഠിക്കേണ്ടത്, ഫിസിക്സ് എങ്ങനെയെങ്കിലും മാർക്ക് കിട്ടാത്തതിന് വഴിയുണ്ടോ, ചേച്ചി ഫിസിക്സ് പഠിപ്പിക്കുമോ എന്ന് ചോദിച്ചുകൊണ്ട് കുറേ പേര് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കും അറിയത്തൊന്നുമില്ല, എങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയൊക്കെ കയറിപ്പോയി. അപ്പോൾ നമുക്ക് അവസാനത്തെ നിമിഷം ഏതൊക്കെ ഫിസിക്സ് ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോകാം, അല്ലെങ്കിൽ ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റേഴ്സ് എന്നുള്ള ആ ഒരു ചാപ്റ്റേഴ്സിനെ ഞാൻ പരിചയപ്പെടുത്തി ഇപ്പം നിങ്ങൾക്ക് തരാം. അപ്പോൾ ഞാനൊരു 4 വർഷത്തെ ക്വസ്റ്റ്യൻ ബേസിസിലാണ് പറയുന്നത് കേട്ടോ. ഫിസിക്സിൽ +1 +2 ഇൻക്ലൂഡഡ് ആണ്. ഫിസിക്സിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിച്ച് കണ്ടിട്ടുള്ളത് മാഗ്നറ്റിക് ഇഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിക്സ്. നോക്കി പറയുന്നത് എനിക്ക് ചാപ്റ്ററിന്റെ പേര് പോലും നേരെ അറിയത്തില്ല. മാഗ്നറ്റിക്സ് ഇഫക്ട്സ് ഓഫ് കറണ്ട് ആൻഡ് മാഗ്നറ്റിക്സ്. അതിൽ നിന്ന് ഏതാണ്ട് 4-5 ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട്. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾ ആദ്യം പഠിക്കുക. ഓർഡർ ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. നെക്സ്റ്റ് വരുന്നത് കറണ്ട് ഇലക്ട്രിസിറ്റി. ഞാൻ +2 പഠിച്ച സമയത്തും എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു. നീറ്റിന് പഠിക്കുന്ന സമയത്ത് എനിക്ക് നേരെ ചോദ്യം ചെയ്യാൻ അറിയുന്നില്ലായിരുന്നു. വലിയ കാര്യത്തിൽ നിങ്ങളടുത്ത് ഞാൻ വന്ന് ഈ ചാപ്റ്ററൊക്കെ പഠിക്കണമെന്ന് പറയാൻ ഞാൻ ആരുമല്ല. കാരണം എനിക്ക് ഫിസിക്സ് വല്ലതും അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങളടുത്ത് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ചാപ്റ്റർ പറഞ്ഞിരുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ കറണ്ട് ഇലക്ട്രിസിറ്റി അതിൽ നിന്ന് ഏകദേശം 3 മുതൽ 4 ചോദ്യങ്ങൾ വരെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വരത്തില്ല. അങ്ങനത്തെ ചാപ്റ്ററിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 ക്വസ്റ്റ്യൻ നല്ല കുറച്ച് ലെവൽ കൂടിയ ചോദ്യങ്ങളായിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങളതിലെ ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്റേഴ്സിൻ്റെ. നെക്സ്റ്റ് വരുന്നത് ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സ്. അവിടെ ഒന്നും ഒരുപാട് ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല. പക്ഷെ ആ ചാപ്റ്റർ ഭയങ്കര വലുതാണ്, വന്നിട്ടില്ല. അതുകൊണ്ട് നിങ്ങളതിലെ ചെറിയ ചെറിയ ഇക്വേഷൻസ് വെച്ചിട്ടുള്ള പ്രോബ്ലംസ് നിങ്ങൾ ചെയ്ത് പഠിക്കാം. ഏകദേശം 6 ക്വസ്റ്റ്യൻ വരെ വന്ന വർഷമുണ്ട്. ഓക്കെ, അപ്പോൾ ഇലക്ട്രോസ്റ്റാറ്റിസ്റ്റിക്സ്. നെക്സ്റ്റ് വരുന്നത് എൻ്റെ നിങ്ങളുടെ ഒക്കെ ഫേവറേറ്റ് ചാപ്റ്ററാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്സ്. അപ്പോൾ എനിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആ ചാപ്റ്റർ. വളരെ ബുദ്ധിമുട്ടൊന്നും ഇല്ല, ആരും ഉപദ്രവിക്കാത്തൊരു പാവം ചാപ്റ്ററാണ്. അതിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വരത്തുള്ളൂ. ചിലപ്പോൾ നല്ല ഉടായ്പ് നല്ല നമ്മളെ നിങ്ങൾ എത്ര സിമ്പിളാണെന്ന് വിചാരിച്ചോ ആ ചാപ്റ്റർ എന്ന് വെച്ചിട്ട് ചിലപ്പോൾ ഈ പറയുന്ന ഇവർക്കൊക്കെ ചിലപ്പോൾ കയറിയിട്ട് എന്തെങ്കിലും പാടായിട്ടുള്ള ഒരു ചോദ്യങ്ങളൊക്കെ ഇടാറുണ്ട്. എന്നാലും കൂടുതൽ ടൈമും നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങളാണ് യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്സിൽ നിന്ന് വരുന്നത്. സോ അത് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈസി ആയിട്ട് മാർക്ക് കിട്ടാം. നെക്സ്റ്റ് വരുന്നതാണ് നമ്മുടെ വർക്ക് എനർജി ആൻഡ് പവർ. അതും ഡയറക്റ്റ് ഒരുപാട് പാടായിട്ടൊന്നും ചോദിക്കാറില്ല കേട്ടോ. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഒരു ഇക്വേഷൻ ബേസിസിൽ നിങ്ങൾക്ക് പോകാം, കുറച്ച് തിങ്ക് ചെയ്യണമെന്നുള്ളതൊക്കെ ഉള്ളൂ. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ ആ ഒരു ഫസ്റ്റ് ബേസിക് ലെവലിൽ നിങ്ങൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചാൽ മതിയാകും. അപ്പോൾ വർക്ക് എനർജി ആൻഡ് പവർ അതാണ് എനിക്ക് അടുത്ത് പറയാനുള്ള ചാപ്റ്റർ. നെക്സ്റ്റ് വരുന്നത് റൊട്ടേഷണൽ മോഷൻ. എനിക്കൊന്നും പറയാനേ ഇല്ല ചാപ്റ്ററിനെ പറ്റിയിട്ട്. എനിക്ക് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ ഏതെങ്കിലും ഫിസിക്സ് സാറുമാർ ഇത് കേട്ടോണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ അടുത്ത് ക്ഷമിക്കുക, എനിക്ക് ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ്. എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല ആ ചാപ്റ്റർ എന്താണ്, അതെന്തിനാണെന്നുള്ളത് തന്നെ എനിക്ക് മനസ്സിലായിട്ടില്ല. ആ ചാപ്റ്ററിൽ നിന്ന് 2 ചോദ്യങ്ങളോളം വന്നിട്ടുണ്ട്. ഞാൻ എക്സാം എഴുതുന്ന സമയത്ത് ആ ചാപ്റ്ററിൽ നിന്ന് ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ ശല്യം ക്വസ്റ്റ്യൻ വന്നു എന്നാണ് ഞാൻ മനസ്സിൽ വിചാരിക്കാറ്. സെയിം ഇപ്പോഴും എനിക്ക് അതേ വികാരം തന്നെയാണ് ആ ചാപ്റ്ററിൻ്റെ അടുത്ത്. നെക്സ്റ്റ് വരുന്നത് സെമി കണ്ടക്ടേഴ്സ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ആ ചാപ്റ്റർ. ഡയോഡിൻ്റെ ചാപ്റ്റർ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതിൽ വരച്ചിട്ട് ഓരോന്ന് കണ്ടുപിടിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അത് സിമ്പിളാണ് കേട്ടോ, നിങ്ങൾക്ക് വായിച്ച് തന്നെ അത് പഠിക്കാന്നുള്ളതേ ഉള്ളൂ. ചില ഡയോഡ് പ്രോബ്ലംസും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് അതിന് ഏത് ക്വസ്റ്റ്യൻ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. പിന്നെ വരുന്നത് നമ്മുടെ തെർമോഡൈനാമിക്സ് വിട്ടുകളയാൻ പറ്റില്ല. കാരണം 2-3 ചോദ്യങ്ങളെങ്കിലും അതിൽ നിന്ന് വരും. 2-3 ചോദ്യങ്ങളെങ്കിലും അതിൽ നിന്ന് വരും. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് നിങ്ങൾ ഫസ്റ്റ് പഠിക്കുക.
അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അവസാന നിമിഷം നിങ്ങൾ നോക്കുന്നവരാണെങ്കിൽ എന്നുള്ള ഒരു ബേസിലാണ് ഞാൻ പറഞ്ഞു തരുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് പോയാൽ മതി എന്നല്ല ഞാൻ പറയണം. ഞാൻ ഒരിക്കലും നിങ്ങളടുത്ത് പറയില്ല ഇത്രയും ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചിട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 180-ന് 150-ന് മേലെ മാർക്ക് കിട്ടും, അത് തരും ഇത് തരുമെന്നൊന്നും ഞാൻ പറയണമെന്നില്ല. ഞാൻ പറഞ്ഞത് ഇത്രയും നിങ്ങൾ എന്ന് വെച്ചാൽ അത്രയും എന്ത് തുടങ്ങണം എവിടെ തുടങ്ങണമെന്ന് അറിഞ്ഞുകൂടാതെ നിൽക്കുവാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ അങ്ങ് തുടങ്ങുക. അതാണ് എൻ്റെ ഒരു ചെറിയൊരു അഡ്വൈസായിട്ട് ഞാൻ ഈ ചാപ്റ്റേഴ്സൊക്കെ ഒന്ന് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ എന്നെ കോൺടാക്ട് ചെയ്യാനൊക്കെ ഉള്ളത്. എവിടെയും എല്ലായിടത്തും ചെന്നിട്ട് ഇവർ ക്വാറന്റൈൻ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബൈ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇവിടെ +2 +1 ബയോളജി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സ് ഞാൻ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കയറി നോക്കിക്കോളൂ. ശരി.